ഹലോ ഗൈസ്, ഇപ്രാവശ്യം നമ്മളൊരു പുതിയ മലയാളം പടമായിട്ടായിരുന്നു വന്നിരിക്കുന്നത്. പടക്കളം നമ്മുടെ സുരാജ് ഏട്ടനും അതേപോലെ തന്നെ ഷറഫുദ്ദീൻ അവരൊക്കെയാണ് മെയിൻ ലീഡായിട്ട് വരുന്നത്. പിന്നെയും വേറെ കുറേയധികം നല്ല ആക്ടേഴ്സ് എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഫ്രൈഡേ ഫിലിം ഹൗസാണ്. അവരുടെ വിജയ് ബാബുവിൻ്റെ തന്നെ. അപ്പം നമുക്ക് അതിൻ്റെ ട്രെയിലറൊക്കെ ഇരുന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കഥയൊക്കെ അടിക്കാം. ഞാൻ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിശ്വസിക്കണം. വിശ്വസിക്കണോ? ഞാൻ വിശ്വസിക്കില്ല. നോക്കാം. രഞ്ജിത്ത് സാറ് എങ്ങനെയോ ഷായ സാറിന്റെ ബോഡി കൺട്രോൾ ചെയ്തു. പെണ്ണും പോയി കിളിയും പോയി. മാത്രമേ എന്റെ ഉള്ളൂ. അടിച്ചത് ഞാനല്ല. അങ്ങനെ ഡിസൈൻ ചെയ്ത ലോകം ട്രയാങ്കിൾ കണ്ടു. പുള്ളിക്കെന്താ കൂടാത്ര വശമുണ്ടോ? എനിക്ക് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്ത്? ഇപ്പൊ നടക്കുന്ന കളിയിൽ രഞ്ജിത്ത് സാറ് വെച്ചുവെച്ചിട്ടുള്ളത് ശരീരത്തിന്റെ നിയന്ത്രണമാണ്, പരകായ നിയന്ത്രണം. പക്ഷേ ഒരു പുതിയ ഗെയിം ഒന്നുമല്ല. പച്ചീസ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ പുതിയ വെർഷനുണ്ടോ? ശബരിയൊക്കെ മഹാഭാരതത്തിൽ കളിച്ചത് ഇതിന്റെ ഒരു വേറെ വെർഷനാണ്. മഹാഭാരത് നടന്ന എന്താന്ന് ഓർമ്മയില്ലേ? ഇല്ല, ഞങ്ങളതില്ല. എന്നാലും സാറ് തന്നെ ബ്രേക്കപ്പ് ആയതിന്റെ കിളി പോലെ അല്ലെ? ഈ വിഷയം പുറത്തിറങ്ങി കഴിഞ്ഞ പ്രശ്നം. അതെ, നമ്മുടെ സൂപ്പർ ഹീറോ മോഹൻലാൽ കബഡിയാ മലയാളത്തിൽ വേണമെന്നില്ല. ഇത് ഞാൻ കോളേജ് മൊത്തം കണ്ടോളൂ. അത് കഴിഞ്ഞ് കേരളം, അത് കഴിഞ്ഞ് ഇന്ത്യ, ലോകത്തുള്ള മൊത്തം ആൾക്കാരെ എങ്ങനെ കൺട്രോൾ ചെയ്യും? എന്തോ അവരുടെ അത്ര കഴിവൊന്നുമില്ല കേൾക്കുന്ന എനിക്ക് തോന്നുന്നത്. പണ്ട് ടിപ്പു സുൽത്താനൊക്കെ ആദ്യ തിരുനാൾ രാജാവ് മുട്ടുകുത്തിച്ച സാധനം. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മളിപ്പോ ഈ ചെന്നേറാൻ പോണത് ഒരു പടക്കളത്തിലേക്കാണല്ലേ? അപ്പം ഗൈസ്, മെയ് 8-നാണ് സിനിമ വരുന്നത്. എങ്ങനെയാണെങ്കിലും പടം നല്ല രീതിയിലാവുമെന്നാണ് പ്രതീക്ഷ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഫ്രൈഡേ ഫിലിം ഹൗസ് തന്നെ നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ധ്യാനിൻ്റെയൊക്കെ അടിക്കപ്പേരെ കൂട്ടുമണിയാണ്. അതായിരുന്നു ഒരു കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള, ഹോസ്റ്റൽ ബേസ്ഡ് ആണ്, എന്നാലും ഒരു കോളേജ് ലൈഫുമായിട്ട് കുറച്ചെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ അവരുടെ ലാസ്റ്റായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ അതിനുശേഷം ഈ ഒരു സിനിമ വരുന്നു. അങ്ങനെ അതായത് അതിനുശേഷം വേറെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു സിനിമ വരുന്ന, ഒരു കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ വരുന്നു. അതൊക്കെ വളരെയധികം അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയായാലും പടം എടുക്കട്ടെ.